ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും പുതുവർഷമൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൊരു കുക്കിംഗ് ആണ് കേട്ടോ, ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ടും ഈസി ആയിട്ട് നമുക്ക് സമയമൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കിച്ചടിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ലാത്ത വർക്കൊക്കെ കഴിഞ്ഞ് ഭയങ്കര ബിസി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ലഞ്ചിന് കുറച്ച് പച്ചക്കറിയും എല്ലാം കൂട്ടിയിട്ട് തട്ടിക്കൂട്ടിയൊരു ഡിഷാണെങ്കിലും ഇത് കഴിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി റെസിപ്പി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കറികളായിട്ട് റാഡിഷ്, ക്യാരറ്റ്, മട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പച്ച മട്ടർ എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ കോൺ എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ റൈസായിട്ട് എടുത്തിരിക്കുന്നത് ബാസുമതി റൈസാണ് കേട്ടോ. ബാസുമതി റൈസ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പരിപ്പ്. ആ 1 കപ്പ് പരിപ്പിൻ്റെ മെഷർമെൻറ്റിൽ 3 തരം പരിപ്പുണ്ട് കേട്ടോ. മസൂർ ദാലുണ്ട്, മൂങ് ദാലുണ്ട്, നമ്മുടെ തുവരപ്പരിപ്പുണ്ട്, അതായത് തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, പിന്നെ പായസപ്പരിപ്പ്, പിന്നെ ഓറഞ്ച് കളറുള്ള പരിപ്പില്ലേ മസൂർ ദാൽ, അതും എടുത്തിട്ടുണ്ട്. അത് 3 കൂടി 1 കപ്പ് റൈസും എടുത്തിട്ടുണ്ട്. അത് പൊന്നി റൈസോ ബാസുമതി റൈസോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഒറ്റ വിസിലൊന്നും വേവില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ റൈസായിരിക്കും കഴിക്കാനും നല്ലത്, പെട്ടെന്ന് ദഹിക്കാനൊക്കെ. നമുക്ക് ബാസുമതി റൈസോ പൊന്നി റൈസോ ബോയിൽഡ് റൈസ് ആയിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതാണ്. അപ്പോൾ 1 കപ്പ് റൈസും 1 കപ്പ് 3 തരം പരിപ്പും പിന്നെ 2 ബൗളായിട്ട് പച്ചക്കറി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില മസ്റ്റാണ് കേട്ടോ, അതാണ് കൂടുതൽ ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് ഇട്ട് കൊടുക്കാം. അത് ഇപ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടം, ഇനിയിപ്പോൾ ബട്ടർ ആണെങ്കിൽ ബട്ടർ, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ. ഞാൻ ഇച്ചിരി നെയ്യും ഇച്ചിരി കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഫ്ലേവറിനുള്ള നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ജീരകം 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം പൊട്ടി വരുമ്പോൾ പച്ചമുളക്, അതുപോലെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സവാള ഇട്ട ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണെങ്കിൽ ഇതിന് പച്ചമുളകിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, 1 സവാളയാണ് കേട്ടോ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റി ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആവുക, ഒന്ന് കളറ് മാറാത്രേ വേണ്ട കേട്ടോ. ഇനി തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ ഇടാൻ നോക്കുമ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയത് മനസ്സിലാവണം. ഇനി പച്ചക്കറികളും പരിപ്പും അരിയൊക്കെ ഇടുന്നതുകൊണ്ട് കുക്കർ നമുക്ക് പോരായ്മ വരും. കുക്കർ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചക്കറികൾ, നമ്മൾ ഏതാണോ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കോണ്, അതുപോലെ പച്ച മട്ടർ, ക്യാരറ്റ്, റാഡിഷ്, ബീൻസ്, എത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള പച്ചക്കറികളും ടേസ്റ്റുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ മസാലയായിട്ട് ഇതിൽ ഒരുപാട് അങ്ങനെ മസാല അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ എനിക്കിത് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ പച്ചക്കറി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച്, അതായത് 3 സ്പൂൺ സാമ്പാർ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയ ശേഷം സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച്, അതായത് 3 ടീസ്പൂൺ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണമെങ്കിൽ കുറച്ച് റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കളർ വേണമെന്നുണ്ടെങ്കിൽ. നമ്മളൊരു ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് മസാലകൾ ചേർക്കുന്നില്ല. ഞാൻ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വരണം എന്നുള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്ലേവറും ആ റൈസൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ സാമ്പാർ പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല. പരിപ്പ് ചോറും കൂടിയിട്ടുള്ള നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പും ചോറും അതും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
പച്ചക്കറികളും മസാലയും അരിയും പരിപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞത് നന്നായിട്ട് ഒരു പിടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി വേണം, എന്നാലാണ് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് അരിക്കും പച്ചക്കറിക്കും നികക്കെ വെള്ളം ഒഴിക്കുകയാണ്. ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് മെഷർമെൻ്റ് ഇല്ല, കാരണം കിച്ചടി എന്ന് പറയുന്നത് കുഴഞ്ഞിരിക്കുന്ന ഒരു ഡിഷാണ്. അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കുകയാണ് പതിവ്. അപ്പോൾ അതുപോലെ ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. നന്നായിട്ട് വെന്ത് നന്നായിട്ട് ചേർന്ന് വരണം പച്ചക്കറികളും പരിപ്പും അരിയും കൂടെ. അപ്പോൾ ഞാൻ നികക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ, ഇച്ചിരി വെന്ത് നല്ല കുഴഞ്ഞ പരുവാവണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ നമുക്ക് വിസിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 വിസിലൊക്കെ കഴിഞ്ഞ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതെല്ലാം യോജിച്ച് നല്ല കുഴഞ്ഞ പരുവത്തിൽ, ഇതാണ് പരുവം കേട്ടോ. ഇതിരിക്കും തോറും പരിപ്പൊക്കെ ചേർത്ത കാരണം ഇത്തിരി കട്ടിയാവും. നമ്മൾ ബിരിയാണി പോലെയല്ല, കിച്ചടി അറിയാലോ, ഇച്ചിരി ലൂസായിട്ടുള്ള ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് പകർത്താം കേട്ടോ. അപ്പോൾ ഇത് കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പ്രത്യേകിച്ച് സാമ്പാർ പൊടി ചേർക്കണം. ഇനിയിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യണവരൊക്കെ ആണെങ്കിൽ, ലോങ് ജേർണി നടത്തുന്നവരാണ്, ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് കേട്ടോ. ഞാനൊരു ഡയറ്റ് പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു പ്രോട്ടീൻ ആവാനായിട്ട് ഒരു മുട്ടയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇനി ചിക്കൻ ഫ്രൈക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി അതല്ല, ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ തന്നെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.